തിയേറ്ററിൽ ടിക്കറ്റ് ഓൺലൈൻ വഴി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. രാത്രിയിൽ 12 മണിക്ക് നമ്മുടെ തലയോലപ്പറമ്പ് വില്ലന്മാരൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എന്റെ അമ്മോ, തകർത്ത് തിമിർത്ത് അങ്ങോട്ട് പണ്ടാറടങ്ങി അഴിഞ്ഞങ്ങോട്ട് ആടി മാർക്കും. നമ്മൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഉണ്ണി മുകുന്ദന് ഇമാതിരിയുള്ളൊരു പടം നമുക്ക് തരാൻ കഴിയുന്നു. അതുപോലൊരു പൊളിപ്പൻ പടം. എൻ്റെ അപ്പനെ ഒരു രക്ഷയില്ല. ഇനി സത്യത്തിൽ ഭയങ്കര നഷ്ടം തോന്നിയത് ഈ പടം ഇറങ്ങിയ ഫസ്റ്റ് ഷോ കാണേണ്ടതായിരുന്നു. കാരണം വയലൻസ് എന്ന് കേട്ടിട്ടാണ് ഇപ്പം നമ്മൾ ആ ഒരു പ്രതീക്ഷയുടെ കൂടെയാണ് ഇപ്പം ഈ പടം കാണാൻ പോകുന്നത്. നേരെ മറിച്ച് ഇതൊന്നും പ്രതീക്ഷിക്കാണ്ട് നമ്മൾ നേരത്തെ കേട്ടിരുന്നു, എങ്കിലും നമ്മൾ ഇത്രയും ഒരു ജഗജില്ലൻ സാധനം അത് നമ്മൾ ആരും പറയാണ്ട് തന്നെ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമായിരുന്നു. അതാണ് എനിക്കിവിടെ നഷ്ടമായിപ്പോയത്. അതിനേക്കാൾ അപ്പുറം ഞാനിത് ഫാമിലി ആയിട്ട് പോകണമെന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. പിന്നെ അവസാന നിമിഷം ഞാനൊരു മുങ്ങി. തിയേറ്ററിൽ ടിക്കറ്റ് ഓൺലൈൻ വഴി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. രാത്രിയിൽ 12 മണിക്ക് നമ്മുടെ തലയോലപ്പറമ്പ് മൈ സിനിമാസിൽ പോയാണ് ഇത് കണ്ടത്. 2 ഷോകളാണ് അവിടെ ആ സമയം ഉണ്ടായിരുന്നത്, 2ഉം ഹൗസ്ഫുള്ള്. എൻ്റെ പറഞ്ഞ ഇത് കഥ പറയാൻ പാടില്ല, എങ്കിലും ഒരു സ്റ്റെയർ കേസിലേക്ക് കയറിയിട്ട് ഒരു 10-20 ആൾക്കാരും ഉണ്ണി മുകുന്ദനും വമ്പൻ അടി എന്ന് പറഞ്ഞാൽ വമ്പൻ അടി. ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് ഒരു ഐഡിയ ഇല്ല. അത് ഓരോ ഷോട്ടും കൃത്യമായിട്ട് അവരത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ഷൂട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് തോന്നും. യാതൊരു ഒരു അസ്വാഭാവികതയും അതിനകത്ത് കാണാത്ത വിധം അടിയോടടി. എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ചെറിയ സ്പേസിൽ നിന്നുകൊണ്ടാണ് ഒരു 10-20 പേരെ ഇട്ട് അലക്കണത്. എനിക്ക് മറ്റൊരു നഷ്ടം എന്ന് തോന്നിയത് എനിക്ക് കുടുംബമായിട്ട് കാണാൻ പറ്റാണ്ട് പോയതാണ്. കാരണം ഇപ്പോൾ OTT വന്നതോടുകൂടി കംപ്ലീറ്റും നമ്മളെല്ലാ വയലൻസുകളും ഇവിടെ ഒന്നിച്ചിരുന്നാണ് കണ്ടത്. കില്ല് ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് കണ്ടത്. അപ്പം ഇതും അതുപോലെ കാണാൻ പറ്റുമായിരുന്നു. എനിക്കത് മിസ്സായിപ്പോയി. പക്ഷെ അടുത്ത ദിവസം ഞങ്ങൾ കുടുംബത്തോടെ ഒന്നിച്ചു പോയി പടം കാണും. നമ്മുടെ ആവേശം സിനിമയിൽ നമ്മൾ ആ പടത്തിലിങ്ങനെ മുഴുകിയിരിക്കുമ്പോഴാണ് ആ KGF ആ ഒരു 2 ലൈൻ പാട്ടിങ്ങനെ കയറി വരുന്നത്. അതും കൂടെ വരുമ്പോഴുണ്ടല്ലോ നമ്മൾ ആ ഇമോഷണലി വല്ലാണ്ട് അങ്ങോട്ട് ആ പടത്തിലേക്ക് അങ്ങോട്ട് മെർജാവുകയാണ്. അപ്പോൾ ആ ഒരു സാധനം, അതുപോലെ എന്തെങ്കിലും ഒരു ഐറ്റം ഇതിനകത്തുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറേ കൂടി ഇമോഷണലി ഈ പടത്തിനെ അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് എടുത്തിരുന്നേനെ. ഇതിപ്പം വയലൻസിൻ്റെ കളി കൊണ്ട് അങ്ങോട്ട് ആറാടി നമ്മളെ കയ്യിലെടുത്തൊരു പടമാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മമ്മൂക്കയുടെ പടത്തിലും മോഹൻലാലിൻ്റെ പടത്തിലാണേലും ഉണ്ണി മുകുന്ദൻ്റെ പടത്തിലാണേലും ഈ പടത്തിൻ്റെയൊക്കെ പോസ്റ്ററിന് താഴെ കൊണ്ടുപോയിട്ട് ആൾക്കാർ രാഷ്ട്രീയം പറഞ്ഞ് മതപരമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ട് മലയാളികളുടെയൊക്കെ ഒരു ലെവലുണ്ടല്ലോ, അത് മഹാമോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു സമയത്താണ് ഉണ്ണി മുകുന്ദനും ഹനീഫ് അദനിയും ചേർന്നിട്ട് ഒരു കിണ്ണം കാച്ചി ഒരു പടം അത് തകർത്ത്. കാരണം അതിവിടെ ആവശ്യമായിരുന്നു. നമ്മളൊക്കെ മതസൗഹാർദ്ദം അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കണതെന്ന് അവർ കാണിച്ചു തരികയാണ്. ഇതിൻ്റെ ഈ കൊമൻ്റ് ആയിട്ട് ഇടുന്നത് മുഴുവനുണ്ടല്ലോ നാണം കെട്ട രാഷ്ട്രീയമാണ് നമ്മൾ ഇവരുടെയൊക്കെ ഈ ഒരു പോസ്റ്റിന് താഴെ കൊണ്ടിടുന്നത്. ഇതിൻ്റെ ബേജി ഉണ്ടല്ലോ കിടുക്കാച്ചയായിരുന്നു. അതുപോലെ തന്നെ ജഗദീഷ് അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജഗദീഷ്. വില്ലന്മാരൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. നല്ല തണ്ടിക്കൊത്ത വില്ലന്മാർ തന്നെയാണ്. ഹനീഫിക്ക പൊളിച്ചുമുത്തേ, ലവ് യു. മാർക്കോ